മട്ടൻ ഇഷ്യൂ മട്ടൻ ഇഷ്യൂ നിങ്ങൾ കണ്ടതല്ല കേട്ടോ. ആ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വളരെ ചുരുക്കിയിട്ടാണ്. എന്താണ് ഇഷ്യൂ എന്നുള്ളത് അറിയോ? ഷാനവാസ് തുടങ്ങി വെച്ച ഇഷ്യൂ ആണത്. ഷാനവാസ് ആണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ. അവിടെ ആര്യനും തെറ്റ് ചെയ്തു, ആരും തെറ്റ് ചെയ്തില്ല എന്നല്ല, പക്ഷെ ആര്യനെ തെറ്റ് മനസ്സിലാക്കിയിട്ട് സോറി പറഞ്ഞായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി എന്ന് പറഞ്ഞു. ഷാനവാസ് അത് സമ്മതിച്ചില്ല. അതിന് പകരം അവിടെ 3 പീസ് മട്ടൻ എടുത്തു, നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് അവിടെ കഴിച്ചോണ്ട് എല്ലാവരോടും വല്ല മാസ് ഡയലോഗ് അടിച്ചിട്ട് സ്വന്തം ഫ്രണ്ടിനോട് നീ ആരാടാ, നീ പോടാന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അതിലുള്ളത്? അനീഷ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ആദ്യം ഞാൻ പ്രൊമോ കണ്ടപ്പോൾ ശരിക്കും വിചാരിച്ചു അനീഷ എന്തിനാണ് ഷാനവാസിനോട് അങ്ങനെ പറയുന്നത്, ഇത് കഴിച്ചിട്ട് എങ്ങനെ, ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ തിന്നാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഫുൾ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. ഷാനവാസിന്റെ പ്രകടനം അത്രയ്ക്ക് നല്ലതായിരുന്നു, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. നാണാവില്ലേ ഷാനവാസ് ഇത് പോയിട്ട് വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഷാനവാസ് നാണക്കേട് തോന്നും. കാരണം എന്താ അറിയോ, ഞാൻ ശരിക്കും പറഞ്ഞ കമ്പയർ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഷാനവാസിന്റെ ഏജ് ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് ഇന്ന് കാണിച്ചത് എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിച്ചുട്ടിയത്. ഒരു മട്ടൻ പീസ് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഷാനവാസാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും അവിടെ നിൽക്കുവാണ്. അത് ആദിലയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫുഡല്ലേ, ആദ്യം അവർക്ക് വിളമ്പി കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള മര്യാദ പോലും ഷാനവാസിനുണ്ടായില്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും തെറ്റാന്ന് ചൂണ്ടി പറയുമ്പം അതിനെ ന്യായീകരിക്കുന്നോ? അത് ന്യായീകരിച്ചിട്ട് തിന്ന് മാത്രമല്ല, തിന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സീനാണ് അത് തള്ളിയിട്ടിട്ട് പോവാ. അതിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് അത് കണ്ട മനസ്സിലാവും പാത്രം അല്ലേ. 3 പീസ് ഉണ്ടായിരുന്നു, നല്ലപോലെ തിന്നിട്ടുണ്ട്. തിന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയിട്ട് പുതിയ ഫ്രണ്ട് ഒനിയിൽ നമ്മളെ സുലൈമാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ച് ഇരിപ്പുണ്ട്. കാരണം വെച്ചാൽ ദഹനക്കുറവുണ്ടാവേ, അതുകൊണ്ട്. അപ്പം ഫാൻസ് അത് പറഞ്ഞിട്ട് വരണ്ട, തിന്നാതെ ഒന്നും പോയിട്ടില്ല, തിന്നിട്ടുണ്ട്, നല്ലപോലെ തിന്നിട്ടുണ്ട്. അത് മാത്രമല്ല അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ ആ അമ്മാവൻ ടാഗ് ലൈൻ തിരിച്ചു വരുന്ന തരത്തിലാണ് കേട്ടോ എല്ലാം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ കാണിച്ചിട്ട് ഈ അക്ബറിന് എന്തിനാണ് പറയുന്നത്? അക്ബറാണ് അവിടെ പ്രശ്നം. അക്ബറാണ് ആദ്യം ആര്യനോട് പറഞ്ഞത് ഈ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പം ആര്യനോട് സമ്മതിച്ചു, സോറി ഞാൻ ചെയ്തു, പക്ഷെ ഞാനാണ് ഫസ്റ്റ് ചെയ്തതെന്നൊക്കെ ആര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫസ്റ്റ് ചെയ്തോ ലാസ്റ്റ് ചെയ്തോ എന്നല്ല, ചെയ്തത് തെറ്റാണ്. അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു സംഭവം. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ അന്നേരത്തെ ഇതിന്റെ രസത്തിന് വേണ്ടി ചെയ്താന്ന് പറഞ്ഞാൽ അങ്ങ് തീർത്താൽ മതി. അതിന് പകരം അവിടെ ന്യായീകരിക്കുന്നതാണ് പ്രശ്നം. അവിടെ ആര്യന് ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറയുന്നു കേട്ടോ, ഇത്ര പ്രായ വ്യത്യാസം ഉണ്ടായിട്ടും 21 വയസ്സുള്ള ആ പയ്യന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ പയ്യന് അത് പറ്റിയില്ലല്ലോ ഷാനവാസിനോട്. അതിന് പകരം ഷാനവാസ് അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അവിടെ ശവന്തീനി, എല്ലാവരും ശവന്തീനി എന്നൊക്കെ വിളിക്കാനായിട്ട്, ആ ശവന്തീനി എന്നൊക്കെ വിളിക്കുന്ന വളരെ മോശം കാര്യങ്ങളല്ലേ. അതൊക്കെയാണ് ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ എന്തുണ്ടാവണമെന്ന് കാണണം. വീക്കെൻഡിൽ നേരെ കാര്യം മുഴുവൻ തിരിയും. അനീഷിനെ അവിടെ വില്ലനും ഷാനവാസിനെ അവിടെ ഹീറോ ആക്കി പ്രതിഷ്ഠിക്കും. നോക്കിക്കോ, എനിക്ക് ഉറപ്പാണ് ഇത് ബിഗ് ബോസ് ടീമിന്റെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ബിഗ് ബോസ് ടീമിന്റെ വലിയൊരു എന്തോ ഒരു പ്ലാൻ വരുന്നുണ്ട്. ഷാനവാസിന് എന്തോ ഹീറോ ആക്കിയിട്ട് എന്തോ സീരിയൽ വരുന്നുണ്ടാവുമായിരിക്കും. അത് സ്വാഭാവികമാണ്, എല്ലാ ചാനലുകാരും ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ വരുന്നുണ്ട്. അതുകൊണ്ട് ഷാനവാസിനെ അവിടെ ഹീറോ ആക്കി പ്രതിഷ്ഠിക്കാനും അങ്ങനത്തെ ഒരു തീരുമാനം നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ വീക്കെൻഡിൽ ഷാനവാസിനെ ന്യായീകരിച്ചിട്ട് വരുവാണെങ്കിൽ അത് മനസ്സിലാക്കി. കാരണം ഇതിൽ ഷാനവാസാണ് തെറ്റ്. അത് കഴിഞ്ഞ് ഷാനവാസ് കാണിച്ചിട്ടുള്ള എല്ലാം തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒനിയിൽ അവിടെ പോയിട്ട് ആര്യനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേര് പറഞ്ഞിട്ട്? ആര്യൻ എന്തോ പറഞ്ഞു, എന്താ ഞാൻ അങ്ങനെ, ആര്യന് പിന്നെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലോ, തെറ്റ് ചെയ്ത് തെറ്റെന്ന് പറയും, എന്നിട്ടും പിന്നെ അതിരുന്ന് ന്യായീകരിക്കും. മിണ്ടാതിരുന്നാ മതി. അതിന് പക്ഷെ ഒനിലിന് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഒനിലിന് ദേഷ്യം വന്നു, മണ്ടെന്ന് വിളിച്ചു, തിരിച്ചു വിളിച്ചു. എന്നിട്ട് അവസാനം ഒനിയിൽ എന്താ പറയാൻ തുടങ്ങി, ആര്യന്റെ ഗെയിം, അതായത് ജിസ്സിലായിട്ടുള്ള ഗെയിമാന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, അവിടെ ഓൾറെഡി ലക്ഷ്മിനെ ആ പിക്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒരു സീനിൽ കണ്ടാൽ മനസ്സിലാവും, ആര്യനും ജിസ്സിലും തമ്മിൽ ഉള്ള ഇഷ്യൂ ആയിട്ട് സംസാരിക്കുമ്പോൾ ലക്ഷ്മിനെ കൊണ്ടുവരുന്നു. ലക്ഷ്മി ആര്യനായിട്ട് ഇൻട്രസ്റ്റ് എന്തോ എനിക്കറിഞ്ഞൂടാ, അങ്ങനെ എന്തോ ആണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം അതിനെ കൊണ്ടുവന്നിട്ട് അത് വേറെ. അപ്പം ആര്യോട് പറയുന്ന ആര്യന്റെ ഗെയിം ജിസ്സിലായിട്ടാണ്, ആ ഒരു വേറെ രീതിയിൽ പറഞ്ഞു. അത് ആര്യനോട് ഫീലായി. ശരിക്കും പറഞ്ഞാൽ ഒനിയിൽ എന്നുള്ള ആള് വലിയ സംഭവമായിട്ട് വലിയ എന്താ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് കാണിച്ച ആളല്ലേ. എന്നിട്ട് ഇതാണോ ഒനിലിന്റെ ആക്ച്വൽ രൂപം? അപ്പൊ ഇതാണോ ആക്ച്വൽ ഒനിയില്? അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷാനവാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആരോട് പറഞ്ഞു? അക്ബറിനോട് പറഞ്ഞിട്ട്, നീ ആര്യനായോടൊന്നും മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനോട് പറഞ്ഞു. അക്ബർ കാരണമാണ്, അക്ബർ ഇതിന് വളം വെച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ തനി സ്വരൂപം പുറത്തു വന്നിരിക്കുവാണ്.
ശരിക്കും അവിടെ ലക്ഷ്മിനെയൊക്കെ വലിച്ചിരിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എന്താണത്? അത് ജിസിൽ എന്താണ് ലക്ഷ്മി ആര്യനോട് പടങ്ങുന്ന ലക്ഷ്മിയോട് മിണ്ടിയന്? എനിക്ക് ഒട്ടുമേ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് എന്തോ ഒരു വേറെ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ലാസ്റ്റ് ലക്ഷ്മിയോട് എന്തൊക്കെയാണ് പറയുന്നത്? തമ്പുരാട്ടി സർട്ടിഫിക്കറ്റ് തരുമോ? എന്തോ ഇറ്റ്സ് റിയലി വിയേർഡ്, റിയലി വിയേർഡ്. എന്തോ അവിടെ പ്രശ്നമുണ്ട്. ഇത് ലാലേട്ടൻ വന്ന് ചോദിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെയാണല്ലോ. ഷാനവാസ് എന്ത് ചെയ്താലും അതങ്ങ് മുക്കുക, ഷാനവാസിന്റെ ഗ്രൂപ്പ് ചെയ്താൽ അതങ്ങ് തമാശക്ക് എടുക്കൂ എന്നൊക്കെ അനീഷിനോട് പറയുന്ന പോലെ ഈ പ്രാവശ്യം അനീഷിനോട് തമാശക്ക് എടുക്കൂ എന്ന് പറഞ്ഞു വിടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കറിയണം എന്താണ് നമ്മുടെ ആദില നൂറ ഈ കാര്യത്തിൽ എന്താ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലേ? ഈ ആദില നൂറയൊക്കെ എന്താണ് അവിടെ കേട്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലേ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അതിന് പ്രതികരിക്കാൻ പറ്റില്ലേ? ഈ സീസണിലെ ആൾക്കാരുടെ തോൽവിയാണത്. പ്രതികരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് ആദ്യമേ ശരിയും തെറ്റും മനസ്സിലാവാത്തൊരു ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി അനുവിന്റെ പ്രതികരണം, ആ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനുവിന്റെ പ്രതികരണം ശരിയാണോന്ന് വെച്ചാൽ അല്ലെന്ന് ഞാൻ പറയും. അനു അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അനുവിന്റെ പിന്നെ ഓവർ റിയാക്ഷൻ ആണല്ലോ, അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഷാനവാസ് അവിടെ ചെയ്തിട്ടുള്ളത് ഓവർ റിയാക്ഷൻ ആണ്. ഷാനവാസ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത് വേറൊരാളുടെ ഫുഡ് വന്ന്, വേറൊരു വീട്ടിൽ നിന്ന് വന്ന ഫുഡ് അതിൽ കയറിയിട്ട് കൈയിട്ട് വാരാനൊക്കെ 23 വയസ്സുള്ള ആൾക്കാർക്ക് നമുക്ക് ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുക. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരെന്നായിരിക്കും. നിങ്ങൾ 40-45 വയസ്സുള്ള ആൾക്കാർ എന്താണ് ഈ കാണിക്കുന്നത്? ശരിക്കും മോശം. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്ന് നടന്നിട്ടുള്ളത്. വളരെ ഷെയിംഫുൾ ആണ് കേട്ടോ. ബിഗ് ബോസ് സീസൺ 7 ഇസ് എ ഷെയിംഫുൾ സീസൺ. 7ന്റെ പണിയെന്നൊന്നും പറയാനില്ല. ഇത് വേറെ എന്തോ പണിയാണ് സത്യമായിട്ടും. ഷെയിംഫുൾ, വെരി ഷെയിംഫുൾ. പിന്നെ ഇനി അതിൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറയാലോ. നമ്മളെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ആദില നൂറയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ആദില നൂറയുടെ വീട്ടിൽ നിന്നല്ല വന്നത്, ദിയാസനയും ജാസ്മിനാണ് വന്നത്. അവരാണെങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കോൺട്രവേഴ്സി ഒന്നും അവരുണ്ടാക്കിയായിരുന്നു ഞാൻ കണ്ടില്ല. പിന്നെ അക്ബറിന്റെ വീട്ടിൽ നിന്ന് വന്ന അക്ബറിന്റെ ഉമ്മയും വൈഫുമാണ്. പുള്ളിക്കാരി നല്ല ഹിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്തോ അതെനിക്കറിയില്ല. അത് പക്ഷെ അക്ബറിന് അതിന് കുറേ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സാബുമാൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും സാബുമാൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും സാബുമാനോട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കളിക്കണം, കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായ നല്ലത്, ഇല്ലെങ്കിൽ സ്വാഹ. അത്രേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു സംഭവം, നമ്മുടെ ഇത് വരുന്ന മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബിന്നിയുടെ പ്രശ്നമാണ്. ബിന്നി നമ്മളെ ഈ തവണത്തെ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ വലിയൊരു പരാജയമായിരുന്നു. പക്ഷെ ഈ തവണ ബിന്നി നോക്കുമ്പോൾ കിച്ചണിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണ്? ഫാമിലി വീക്കാണ്. ഫുഡ് ഇഷ്ടം പോലെ വരുന്നു, അവർക്ക് ഷോർട്ടേജ് ഉണ്ടാവില്ല ഷുഗർ. അപ്പൊ അത് നമ്മുടെ അനീഷ് ആണെങ്കിൽ ഞാൻ എല്ലാം മാറ്റി, ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ പറഞ്ഞപ്പോൾ ബിന്നിക്ക് അവിടെ സഹിച്ചില്ല. അപ്പൊ ബിന്നി അവിടെ പറയാൻ തുടങ്ങി പലതും. പക്ഷെ ഞാനൊരു കാര്യം പറ്റേ, ബിന്നി ഒരു പരാജയമായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ളത് അല്ലേ? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. വളരെ മോശമാണ്, ഫുഡ് കിട്ടിയില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതങ്ങ് മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും ചകിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ തന്നെയാണ് അതിൽ നെഗറ്റീവ് ആവുക, അല്ലാതെ അനീഷ് അവിടെ നെഗറ്റീവ് ആവുക, അല്ലാതെ ബിന്നിയാണ് നെഗറ്റീവ് ആവുക. അത് കൂടാതെ അവർക്ക് പ്രശ്നം പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിന് ഫുഡ് കിട്ടിയില്ല. കാരണം വെച്ചാൽ ഈ ദിനേശനൊക്കെ വന്ന് പോയപ്പം അവർ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുക്കാതാണ് ഫുഡ്. ഞാൻ പറയാലോ, ഫെയർ ഒന്നുമല്ല, കൊടുക്കണ്ട എന്നുള്ള സത്യമാണ്. ലാസ്റ്റ് അനീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഫുഡ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ തല്ലി പിടുത്തവും പിന്നെ എല്ലാം കൂടി വെട്ടിവാരി കഴിച്ചിട്ട് അവരൊക്കെ അസുഖമായിട്ട് ടാസ്ക് നടക്കണ്ടേ, ഒന്നും കളിക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ടിരിക്കും. നെവീനൊക്കെ അസുഖം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു തീറ്റയാണ്, അങ്ങനെ എണ്ണ കഴിക്കുവാണ്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്ത് ബിഗ് ബോസ് ടീം കൊടുക്കുന്നതാണ് മനഃപൂർവ്വം. പക്ഷെ വെജിറ്റേറിയൻസിനുള്ള ഫുഡ് കൊടുത്തില്ല എന്നുള്ളത് സത്യമാണ്. അതും ചിലപ്പോൾ പ്രോബബ്ലി അവർ ഉണ്ടാക്കട്ടെ, വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇവർ അത് നേരത്തെ കൊടുക്കാത്തതുകൊണ്ട് ഇവർ പ്രിപ്പയർ ചെയ്തില്ല. അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ടീം അപ്പൊ അവസാനം പറഞ്ഞു ജിസിലിന് പ്രിപ്പയർ ചെയ്യാം. കിച്ചൺ ടീമിൽ ആൾക്കാരവിടെ നിൽപ്പുണ്ട്. അപ്പൊ ജിസിൽ പ്രിപ്പയർ ചെയ്യുവാണ്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ലക്ഷ്മി ഓൾറെഡി മന്തിയൊക്കെ കഴിച്ചിരിക്കുന്ന ആൾക്ക് പിന്നെയും വിശക്കുന്നുണ്ട്. അപ്പൊ വിശപ്പ് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ എന്നാൽ ശരി, എന്നാൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ജിസലിനുള്ള ഫുഡിനെ കൂടെ ലക്ഷ്മിക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചൺ ടീം അത് റെഡി ആക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബിന്നി വന്നിട്ട് പറയുന്നത് കിച്ചൺ ടീമിൽ കയറിയിട്ട് എങ്ങനെ ജിസലിന് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? അനു ഇല്ലല്ലോ. അനു ഇല്ലെങ്കിൽ എന്താ, അവിടെ കിച്ചൺ ടീം ഫുള്ളുണ്ട്, ഓനിയിലുണ്ട്,
ഒനിലിന് കൊടുക്കാലോ. അനു വന്നില്ല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കി. അത് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അവിടെ ബിന്നിയുടെ സൈഡിൽ ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. ബിന്നി എന്തിനാണ് ഇങ്ങനത്തെ വെറുതെ നമ്മൾ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കും കൂടി ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ആസ് എ ഓഡിയൻസ് എനിക്ക് കാണുമ്പോൾ അതിൽ ജസ്റ്റിഫിക്കേഷൻ ഒന്നും തോന്നിയില്ല. ബിന്നി അവിടെ പോയിട്ട് അനുവിനോട് പറയുന്നു, അനു അറിഞ്ഞോ? അനു അറിഞ്ഞില്ലെങ്കിൽ എന്താ? അനു ആരാ? അനു ജസ്റ്റ് ഒരു കിച്ചൺ മെമ്പറാണ്. അവിടെ വേറെ 3 പേര് ഇരിപ്പുണ്ട്. പിന്നെന്താ കുഴപ്പം? അവർക്ക് കുഴപ്പമില്ല അതാണ്. അപ്പൊ പിന്നെ ക്യാപ്റ്റന് കുഴപ്പമില്ല, കിച്ചൺ ക്യാപ്റ്റൻ. പിന്നെയാണോ വേറെ ആൾക്കാർക്ക്? അപ്പൊ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ട് നിങ്ങൾ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ തോന്നുക കേട്ടോ. അപ്പൊ വെറുതെ ഒരു അനാവശ്യമായിട്ട് നെഗറ്റീവ് ആവേണ്ട ഒരു കാര്യം ബിന്നിക്കില്ല. കണ്ടന്റ് കൊടുക്കണം ശരിയാണ്, പക്ഷെ നെഗറ്റീവ് കൊടുത്തിട്ട് നമുക്ക് സ്വയം നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. അപ്പൊ ബിന്നിക്ക് അവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പൊ കിച്ചന്റെ ഇഷ്യൂ ഇതാണ്. ഫസ്റ്റ് 2 ഇഷ്യൂസ് ഇതാണ് ഉണ്ടായത്. ഒന്ന് നമ്മുടെ ഫുഡ് കിച്ചൺ ഇഷ്യൂ നന്നായിട്ട് ചെയ്യുന്നു, കിച്ചൺ നന്നായിട്ട് ടീം നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിന്നിക്ക്. രണ്ടാമത്തത് ഇഷ്യൂ ഇതാണ്, ഇത് നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തുന്നുള്ളത്. അപ്പൊ ഈ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി അവിടെ പറയുന്നുണ്ട്, ഇഷ്യൂ അവിടെ ഒച്ചയുടെ ബഹളം ഉണ്ടായതുകൊണ്ട് എനിക്കിനി ആ ഫുഡ് വേണ്ടാന്ന്. ആക്ച്വലി ലക്ഷ്മിക്ക് വിശക്കുന്നില്ല. ലക്ഷ്മി മന്തി കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. നല്ല ഫുൾ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പം ഇനി അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് വേണ്ടാന്ന് തോന്നി കാണും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി കഴിക്കാഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ വേറെ വിശപ്പുള്ളവർ കഴിച്ചോളും, വിശപ്പില്ലാത്തവർ കഴിക്കൂല, അത്രയേ ഉള്ളൂ. അപ്പം അതാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഈ 2 ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സംഭവങ്ങളിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ദിയ സിൻഹ പറഞ്ഞൊരു സംഭവം ആര്യനെ കൊണ്ടു. എന്തിന്? എനിക്കത് മനസ്സിലായി. കാര്യം ഇത്രേ ഉള്ളൂ. ദിയ സിൻഹ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ചെറിയ ചെറിയ ഹിന്റ് കൊടുത്തു. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ നിന്ന് ഹിന്റ് എടുത്തിട്ട് അതനുസരിച്ച് ഗെയിം കളിക്കാനാണ് നോക്കേണ്ടത്. ആര്യന് പിന്നെ ആ ബുദ്ധിയൊന്നും പോവാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഞാൻ എപ്പോഴും പറയും, 23 വയസ്സിൽ ഇത്രയും ചെയ്യുന്ന വലിയ കാര്യം വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. റെന, ആര്യൻ എപ്പോഴും ഞാൻ അങ്ങനത്തെ കാറ്റഗറിയിലാണ് ഇടുക. പക്ഷെ പറയുമ്പോൾ പറയണമല്ലോ. ദിയ സിൻഹ വന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, തമാശ രീതി പറഞ്ഞു, നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തോ കൊമേഴ്സ് ആണ് പഠിച്ചത്. അല്ല ഹ്യൂമാനിറ്റീസ് അല്ലല്ലോ എന്ന് ചോദിച്ചു. അത് നല്ലൊരു കൗണ്ടർ ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി അത്. അത് ആര്യന് ശരിക്കും കൊണ്ടു. ഹ്യൂമാനിറ്റീസ് അല്ലല്ലോ. അപ്പൊ അവർക്ക് മനസ്സിലായി ഹ്യൂമാനിറ്റീസ് ആ ടേം ഇട്ടിട്ടിട്ട് അവരങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പൊ ആര്യൻ അത് ട്രിഗർ ആയിട്ടാണ് കുറച്ച് ജസലിനോട് ദേഷ്യമൊക്കെ പെട്ടത്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ആര്യ. അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കി കളിക്കാൻ നോക്ക്. അല്ലാതെ വല്ലരും പറയുമ്പം കാരണം മോങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അത് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ആര്യനൊക്കെ ഇപ്പൊ വിഷമിച്ചിരിക്കേണ്ടി വരുന്നത്. അത്രയേ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ദിയ സിൻഹ. അവരൊക്കെ വന്നിട്ട് നല്ല ആദിലയോടാണെങ്കിലും പറഞ്ഞു, ട്രോമയൊക്കെ പലതും ഉണ്ടാകും. ഇവിടെ അതിൽ നമ്മുടെ അടുത്ത് നടന്നിട്ടുള്ള ട്രോമ എടുത്തിട്ട് വീട്ടിലെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അത് വേറെ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നല്ല കാര്യം. ചിലപ്പോൾ അതിലൊക്കെ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞു കൊടുത്തു, ദിയ സിൻഹ പറഞ്ഞു കൊടുത്തു. അതിന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതിനോട് പലരും നമ്മുടെ റിയാക്ഷൻസ് എടുത്തിട്ട് അവർ ഗെയിം ആക്കും. കറക്റ്റാണ്. ജാസ്മിൻ അത് ശരിക്കും മനസ്സിലാവും. ജാസ്മിൻ എന്തൊക്കെ ആ സീസൺ 4 ജാസ്മിൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ജാസ്മിൻ ചെയ്യാതിരുന്നെങ്കിൽ ഒരു പക്ഷേ സീസൺ തന്നെ മാറിപ്പോയാനല്ലേ. അപ്പൊ ജാസ്മിൻ അത് മനസ്സിലായതുകൊണ്ട് ജാസ്മിൻ അത് ഷെയർ ചെയ്തത്. അപ്പൊ അതിലേക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൂറയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ 2 പേരുമാണ് ഉള്ളത്, സപ്പോർട്ട് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി കളിക്കുക, പിന്നെ ഇൻഡിവിജ്വലി കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വലി കളിക്കാന്ന് എല്ലാവരും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പിസം ഉണ്ട് അവിടെ. അനുവും ആദില ഇവരെല്ലാം ഗ്രൂപ്പിസം ഒന്ന് ലാലേട്ടിന് മുമ്പിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയതല്ലേ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തായി കളിച്ചൂടെ. അത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി ഷാനവാസ് പതുക്കെ ഇനി മാറും എന്നാണ് എനിക്ക് തോന്നുന്നു. ഒനിലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം അവർ ആ അമ്മാവൻ സ്ട്രാറ്റജി എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തോട്ടിലേക്ക് പോകണമെങ്കിൽ ആ ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇനി ഷാനവാസിന്റെ ഗെയിം മിക്കവാറും ആ രീതിയിലേക്ക് പോകും. ഇതിന് ബിഗ് ബോസ് ടീം എന്ത് പറയും എന്ന് എനിക്കറിയണം. കാരണം വെച്ചാൽ ബിഗ് ബോസ് ടീം ഇനി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ ആര്യനെ? എനിക്ക് സംശയം. ഇനി സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. കാരണം അവരെല്ലാ ഇന്റർവ്യൂവിലും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ആര്യന്റെ ജിസലിന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാവശ്യം? അതെനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടന്റ് ആയിട്ട് വരുന്നേ ഇല്ല. പിന്നെ എന്തിനാണ് ആവശ്യം ചോദിക്കുന്നതെന്ന്? എന്തിനാണ് അവരുടെ ഇന്റർണൽ ഇന്റർവ്യൂയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതൊന്നും എനിക്ക് മനസ്സിലാത്തൊരു കോൺസെപ്റ്റാണ്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അവരങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ്. ഷാനവാസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ഷാനവാസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് അവിടെ കിടന്ന് ബബ അടിക്കും കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നല്ലാതെ ഹാൻഡിൽ ചെയ്യാനോ അങ്ങനത്തെ പറയുന്ന പലതും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് ആസ് ആൻ ഓഡിയൻസ് എനിക്ക് പറ്റാറില്ല. ഇനി PR ടീംസിനൊക്കെ പറ്റുന്നുണ്ടാവും, അവരതെടുത്ത് വളച്ചൊടിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് അത് മനസ്സിലാവും അത് കറക്റ്റ് അല്ല എന്നുള്ളത് ഉറപ്പായിട്ടും. ഇനി ആര്യനും ജിസയിലും തമ്മിലുള്ള സംഭവം വേറെ സംഭവം ഉണ്ട്. നമ്മൾ ഒനിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം അത് ലക്ഷ്മിയായിട്ട് കണക്ട് ചെയ്തിട്ട്
എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താണ് അത് ലക്ഷ്മിയായിട്ട് എന്തിനാ കണക്ട് ചെയ്യുന്നത്? ലക്ഷ്മി ആരോടും സംസാരിക്കാത്ത ഒരാളാണ്. അത് ആര്യനോട് സംസാരിച്ചതാണോ പ്രശ്നം? ഇതൊക്കെ ഇങ്ങനെ കുലസിതമായിട്ട് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സീസൺ എത്ര നേരാക്കാൻ നോക്കിയാലും വളഞ്ഞേയിരിക്കൂ. പട്ടിയുടെ വാല് എത്ര നേരാക്കാൻ ശ്രമിച്ചാലും വളഞ്ഞേയിരിക്കും എന്ന് പറഞ്ഞ പോലെ അതേ നടക്കുന്നുള്ളൂ ഈ സീസണിൽ. അത് പറയുമ്പോഴേക്ക് പൊക്കി വരുന്ന കുറെ പേരുണ്ട്. ഷാനവാസൊക്കെ ആ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അവിടെയൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത്. ഒനിലിന്റെ ഞാനിത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് ഒനിൽ കഴിഞ്ഞ ആഴ്ച തന്നെ അത് എക്സ്പെക്ടേഷൻ പൊട്ടിച്ചായിരുന്നല്ലോ, എല്ലാവരുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ആഴ്ച കുറച്ച് കൂടുതലാവുന്നുണ്ട്. അത് നല്ലതിനല്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഒനിൽ ഔട്ടായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർക്ക് മനസ്സിലാവും, ആൾക്കാർക്ക് ഇങ്ങനത്തെ ചീപ്പ് ഗെയിംസ് ഒന്നും കാണാൻ താല്പര്യമില്ല. പകുതി ആൾക്കാർക്കും സീസൺ 7 ഇൻട്രസ്റ്റ് പോയിരിക്കുകയാണ്. കാരണം ആർക്കും ഫേവറേറ്റ്സ് ഇല്ല, ഒരാൾക്കും ഫേവറേറ്റ്സ് ഇല്ല. ഞാൻ ചോദിച്ചിട്ടുള്ള ആർക്കും ഫേവറേറ്റ്സ് ഇല്ല. പിന്നെ വരുന്ന PR പിടിച്ചിട്ടുള്ള കുറെ കൊടികൾ പിടിച്ചിട്ട് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇന്ന് ഷാനവാസിന്റെ കേസിൽ കൊടി പിടിച്ചിട്ട് വരും, ഞങ്ങളുടെ ഇക്കയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരാണ്. അല്ലാത്ത പക്ഷം സാധാരണ ഓഡിയൻസിന് പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരാൾ നന്നായിട്ട് കളിച്ചാൽ രണ്ടാം ദിവസം വേറെ അയാൾ മോശമായിട്ട് കളിക്കും. അപ്പം അവർക്ക് ആർക്കും ഫാൻസ് ഒന്നുമില്ല. അപ്പൊ ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും നന്നാവുന്നില്ല. കാരണം ഈ കുലസിതമൊക്കെ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് ആൾക്കാർക്ക് സമയമില്ലടേ. ഈ മട്ടന്റെ ഇഷ്യൂ ഒക്കെയാണ് ബിഗ് ബോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്, എത്ര വയസ്സുള്ള ആളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടി ആലോചിക്കണം കേട്ടോ. അവിടത്തെ വലിയ കാർന്നോരല്ലേ ആ വീട്ടിലെ മൂത്ത കാർന്നോരായിട്ട് നിൽക്കേണ്ട ഒരാളാണ് കാണിക്കുന്ന സംഭവം. നമുക്ക് നോക്കാം എന്താണ് ഇനി ലാലേട്ടൻ വന്നിട്ട് പറയാന്നുള്ളത് നോക്കാം. നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ലാലേട്ടന്റെ ശരിക്കും എന്തായിരിക്കും ലാലേട്ടന്റെ എന്നാലും ബിഗ് ബോസ് വന്നിട്ട് ഇത് ശരിയാക്കി വെച്ചുകഴിഞ്ഞാണല്ലോ, മനസ്സിലാക്കിക്കോ ഇത് തട്ടിപ്പാണെന്നാണ് കേട്ടോ. വീക്കെൻഡ് വിശ്വസിക്കുകയും ചെയ്യരുത്. അനീഷിന്റെ ഗെയിം താഴ്ത്തോട്ടാക്കാനും ഷാനവാസിന്റെ ഗെയിം മുകളിലോട്ടാക്കാനുമാണ് ശ്രമിക്കുക. അത്രേ ഉള്ളൂ.